പണ്ട് രാജഭരണം നടക്കുന്ന കാലത്ത് അതിവിദ്വാനായിട്ടുള്ളൊരു പണ്ഡിതൻ ചതുരംഗം കണ്ടുപിടിച്ചു, അതായത് ചെസ്സ് കണ്ടുപിടിച്ചു. രാജാവിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാജാവ് പറഞ്ഞു, ഈ ചതുരംഗം എനിക്ക് വേണം, പകരം നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് വേറൊന്നും വേണ്ട, കുറച്ച് അരിമണി മാത്രം മതി എന്ന് പറഞ്ഞു. രാജാവ് പൊട്ടിച്ചിരിച്ചോണ്ട് പറഞ്ഞു, അരിമണി മാത്രം നിനക്ക് മതിയോ? അത് എത്ര വേണമെങ്കിലും നിനക്ക് തരാം, എത്ര വേണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പണ്ഡിതൻ പറഞ്ഞ ഡിമാൻഡ് ഇതാണ്: ഈ ചതുരംഗത്തിൽ ഓരോ ബോക്സിലും അരിമണി ഉണ്ടാവണം. ഒന്നാമത്തെ സ്ക്വയറിൽ ഒരു അരിമണിയാണെങ്കിൽ രണ്ടാമത്തതിൽ 2 എണ്ണം വേണം. മൂന്നാമത്തെ ബോക്സ് ആകുമ്പോൾ അത് 4 എണ്ണം വേണം. അങ്ങനെ ഓരോന്നിൻ്റെയും ഡബിൾ ആക്കിക്കൊണ്ട് എല്ലാ സ്ക്വയറും നിറയ്ക്കണമെന്ന് പറഞ്ഞു. രാജാവ് വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിനക്ക് എത്രയും പെട്ടെന്ന് ഞാൻ റെഡിയാക്കി തരും, ചതുരംഗം എനിക്ക് വേണമെന്ന് പറഞ്ഞു. 10ാമത്തെ സ്ക്വയർ എത്തിയപ്പോൾ ആകെ 1000 അരിമണി മാത്രമേ ആവശ്യം വന്നുള്ളൂ. പക്ഷേ 20ാമത്തെ സ്ക്വയർ എത്തിയപ്പോൾ 10 ലക്ഷം അരിമണി ആ സ്ക്വയറിൽ വെക്കേണ്ടി വന്നു. 30ാമത്തെ സ്ക്വയർ എത്തിയപ്പോൾ 1 ബില്യൺ. 40ാമത്തെ സ്ക്വയർ എത്തിയപ്പോൾ അതിൽ 1 ട്രില്യൺ അരിമണികൾ വെക്കേണ്ടി വന്നു. ആ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ അരിമണികളും കൊണ്ടുവന്നാൽ പോലും ഇത് തികയാതായി. രാജാവിന് അത്രത്തോളം ഫ്രസ്ട്രേഷൻ കയറി. പക്ഷേ കൊടുത്ത വാക്ക് രാജാവിന് പാലിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് പറ്റുന്നിടത്തുനിന്ന് എല്ലാം കളക്ട് ചെയ്ത് അത്രയും അരിമണികൾ കൊണ്ടുവന്നു. 64ാമത്തെ സ്ക്വയർ ആയപ്പോൾ അതിൽ 18 ക്വിൻറ്റില്യൺ അരിമണികളാണ് ഉണ്ടായിരുന്നത്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് 18 ക്വിൻറ്റിലിന് എത്ര പൂജ്യം ഉണ്ടെന്ന് എണ്ണാൻ വേണ്ടിയിട്ടില്ല. ഇതാണ് പവർ ഓഫ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ബേസിക്കലി ഓരോ ദിവസവും അറ്റ്ലീസ്റ്റ് 1% വെച്ചെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ബെറ്റർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ, ഓരോ ദിവസവും 1% വെച്ചെങ്കിലും ബെറ്റർ ആയി കഴിഞ്ഞാൽ യു വിൽ ബി സക്സസ്ഫുൾ.